ശ്രീകുമാർ അരിക്കുറ്റി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ അരിക്കുറ്റി, ഇന്നലെ നമ്മളെ ഭീതിയിലാഴ്ത്തിയ ഒരു ആന ഇന്ന് രാവിലെ സങ്കടം തരുന്ന ഒരു വാർത്തയാണ് തന്നിരിക്കുന്നത്. കണ്ണീർ കൊമ്പനായി മാറിയിരിക്കുന്ന ഒരു വാർത്ത താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ഈ തണ്ണീർക്കൊമ്പൻ നമ്മളൊരു പേര് കൊടുത്തു. ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് അവൻ കേരളത്തിലെ മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുന്നു. ഒരു പകല് മുഴുവൻ വയനാട് ആ പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി പോലുമാണ്. അവൻ കാര്യമായിട്ട് യാതൊരു പ്രകോപനവും സൃഷ്ടിക്കാതെ ആളുകളുടെയും ജനവാസ മേഖലയിൽ കൂടിയാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു അക്രമാസക്തനായിട്ടായിരുന്നില്ല ആ ആനയുടെ പ്രയാണം. അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നേരത്തെ തന്നെ മയക്കുവെടി വെച്ച് ആനയെ ക്യാപ്ചർ ചെയ്ത് അതിനെ കോളർ ബെൽറ്റും വിട്ടിരുന്ന ഒരു ആനയാണ്. അവിടെ എനിക്ക് ഒരു ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മയക്കുവെടി സംഘങ്ങൾക്ക് സംഭവിക്കുന്ന ചില പാളിച്ചകൾ അതാണെന്ന് ഞാൻ ഒരിക്കലും തീർത്ത് പറയില്ല. പക്ഷേ ഈ കൃത്യമായ അക്കാര്യത്തിൽ വളരെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാരുടെ സേവനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മയക്കുവെടി സംഘം, ഇന്ത്യയിൽ ആദ്യമായിട്ട് മയക്കുവെടി എന്ന് പറയുന്ന ഈ ഒരു മേഖല തന്നെ സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിലാണ്. ഡോക്ടർ ജേക്കബ് ചീരൻ, ഡോക്ടർ KC പണിക്കർ, ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ എന്ന ത്രിമൂർത്തികൾ, അവരാണ് ഇന്ത്യയിൽ ഈ മയക്കുവെടിയുടെ ഒരു ഉപജ്ഞാതാക്കൾ എന്ന് പറയാവുന്നതും അത് ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കി വരും. അതിനുശേഷം തമിഴ്നാട്ടിലെ ഡോക്ടർ കൃഷ്ണമൂർത്തി, കൃഷ്ണമൂർത്തി മയക്കുവെടി വെച്ച് പിടിച്ച ആനയാണ് പിന്നീട് ഒരു കാലത്ത് കുപ്രസിദ്ധനായിരുന്നത്. പിന്നീട് വളരെ പേരുകേട്ട മുതുമലമൂർത്തി എന്ന് പറയുന്ന ആന. പക്ഷേ ഇവിടെ ഇതിന് സമാനമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് അരിക്കൊമ്പന്റെ ഒരു കാര്യമുണ്ടായിരുന്നു. അതിനെയും ഇതുപോലെ പലവട്ടം മയക്കുവെടി വയ്ക്കുന്നു, പിടിക്കുന്നു, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം തിരുവനന്തപുരം ജില്ലയിലെ വിതുര പേപ്പാറ മേഖലയിൽ ഇതേപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊലകൊല്ലി എന്ന് പറയുന്ന ഒരു ആന, അവര് നാട്ടുകാര് ഇട്ട പേരായിരുന്നു കൊലകൊല്ലി എന്നത്. അപ്പോ ആ ആനയെ ഇതുപോലെ തന്നെ മയക്കുവെടി വെച്ച് പിടിക്കാനും പല പ്രാവശ്യവും രക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ ഡോക്ടർമാരല്ലാതെ ഫോറസ്റ്റ് ഗാർഡുകളെ കൊണ്ട് മയക്കുവെടി വെപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇവരുടെ ഡോസേജ് ഓവറായി പോവുകയാണോ, അതോ 2-3 തവണ വെടിവെക്കുമ്പോൾ ആ ഡോസിൽ ആനയുടെ കരുത്തിനും ആരോഗ്യത്തിനും ആനുപാതികമായിട്ടാണോ ഇവർ ഡോസ് നിർണ്ണയിക്കുന്നത് എന്നതിലൊക്കെ നമുക്ക് സംശയം തോന്നാം. ഏതായാലും ഇന്നലെ വയനാട് വെടിവെച്ചത് അതിന് അധികാരികളായിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണോ, അല്ലെങ്കിൽ ഇത് ഡോക്ടർമാരാണെങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരാണോ എന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായ ധാരണയില്ല. പക്ഷേ സംഭവിച്ചേക്കാവുന്നത് അങ്ങനെ ഒരു മയക്കുവെടിയുടെ ഡോസേജ് കൂടി പോയതും വെച്ചതിലുള്ള ഒരു വീഴ്ചയാകാം മരണത്തിലേക്ക് കാരണമായത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതിനും ഒരു സാധ്യത, അത് മാത്രമാണ് ഞാൻ പറയുന്നില്ല. ആനയുടെ ഇത്രയും, ഏതായാലും നമുക്കറിയാം കോളർ ബെൽറ്റ് ഇട്ട് കേരളത്തിലേക്ക് എത്തിയ ആന, അവന്റെ നിൽപ്പ്, അവന്റെ നടപ്പിൽ, അതിലൊക്കെ തന്നെ ഒരു ക്ഷീണമുണ്ട്. ഒരു നാട്ടിലേക്ക് കയറി വരുന്ന ഒരു കാട്ടാന സാധാരണഗതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു ഊർജ്ജസ്വലതയും അവന്റെ ഒരു ചടുലതയും ഒന്നും ആനയുടെ ചലനങ്ങളിൽ നമുക്ക് ഇന്നലെ തന്നെ കാണുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഏകദേശം കുറച്ചു മാസങ്ങൾക്കോ കുറച്ചു കാലം മുമ്പോ കോളർ ബെൽറ്റ് ഇട്ട് മയക്കുവെടിയുടെയൊക്കെ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റിൽ നിൽക്കുന്ന ഒരു ആനയ്ക്ക് വീണ്ടും ഇന്നലെ എത്രത്തോളം ഡോസ് കിട്ടിക്കാണും എന്ന് നമുക്കറിയില്ല. അതിനും ഒരു സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ് നമുക്ക് ഇന്നലെ നിരവധി അവസരങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മയക്കുവെടിയിലേക്ക് പോയത് തന്നെ. കാരണം ആദ്യം നമ്മൾ 2 മണിക്കൂർ ആനയെ തിരിച്ചു പോകുമോ നോക്കി, അതിനുശേഷം കുങ്കിയാനകളെ വെച്ച് തുരത്താൻ നോക്കി, അതിനുശേഷമാണ് ഈ ഒരു മയക്കുവെടി വെക്കുന്നതിലേക്ക് കടന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം അത് തന്നെയാണ്. ആന സാധാരണഗതിയിൽ ഇപ്പൊ ഇന്നലെ കുങ്കിയാനകളും മയക്കുവെടി സംഘവും എല്ലാം ആനയുടെ സമീപത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലവട്ടം അവർ ദൂരെ നിന്ന് തന്നെ ഈ ഏറുപടക്കങ്ങളൊക്കെ എറിഞ്ഞ് ആനയെ തുരത്താൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ നമ്മുടെ അടുത്തൊരു തോട്ട വീണ് പൊട്ടുമ്പോൾ, അല്ല ആൾക്കൂട്ടം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ബഹളം വയ്ക്കുമ്പോൾ, ഒരു കാട്ടിൽ നിന്ന് കയറി വരുന്ന ആന അതിവേഗത്തിൽ ഓടി ഒരു പാനിക്കായ സിറ്റുവേഷൻ ആണ് സാധാരണഗതിയിൽ സൃഷ്ടിക്കേണ്ടത്. ഓടാൻ ശ്രമിക്കുകയും ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് അതിവേഗം പാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണേണ്ടത്. ഇങ്ങനെയും സംഭവിക്കാം. ഞാനത് തീർത്ത് അങ്ങനെ ആവണമെന്നല്ല പറയുന്നത്, പക്ഷെ അതിനൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നലെ ഈ ആനയെ കാണുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കാണാതെ അവൻ ആ വാഴത്തോട്ടത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അവന്റെ തൊട്ടടുത്ത് തോട്ട വീണ് പൊട്ടുന്ന സന്ദർഭത്തിൽ പോലുമൊക്കെ ആന അത്രയും അങ്ങോട്ട് പോകും. അപ്പൊ എന്തോ ഞാൻ പറയുന്ന മയക്കുവെടിയുടെ ഡോസ് മാത്രമാണ് അതായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ ആനയ്ക്ക് എന്തോ ക്ഷീണമുണ്ട്.
മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞിട്ടുള്ള ആനയ്ക്ക് കാര്യമായ ഒരു അപകടമോ ആനയുടെ ഉള്ളിൽ എന്തെങ്കിലും കേട് ആനയ്ക്ക് ഒരു അവശതയൊക്കെ ഉണ്ടെങ്കിൽ ആന സഹായം തേടി മനുഷ്യർക്കിടയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കാലിൽ മുഴുവൻ കുപ്പിച്ചില്ല് കയറി പഴുത്ത് ആയിട്ടുള്ള ആന, വളരെ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള ആന, അത് ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ കൂട്ടിലേക്ക് അത് തന്നെത്താൻ ചെന്ന് കാട്ടാന കാലുപൊക്കി വെച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള സാധ്യതകൾ ആനകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ ആനരംഗത്തെ വിദഗ്ധർ നമ്മളോട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം ഈ എല്ലാ ആനയെയും തുരത്തി കാട്ടിലേക്ക് തന്നെ അയക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആനകളുടെ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെ ആന അപകടാവസ്ഥയിലാണെങ്കിൽ അതിന്റെ രക്ഷ തേടി മനുഷ്യർക്കിടയിലേക്ക് എത്തുന്ന ആനകളുണ്ട്. അവരെ ആ ഒരു പരിചരണവും ഇതെല്ലാം നൽകി നമ്മുടെ കോടതികൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു ശരിയായ വീക്ഷണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ആനകളെ നമ്മൾ കണ്ടെത്തി നമ്മളുടെ ഒപ്പം നിർത്തി പരിചരിക്കുക എന്നൊരു സമീപനം കൂടി നമ്മൾ സ്വീകരിക്കേണ്ട സമയമായിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ശ്രീകുമാർ അരീക്കുറ്റി ഈ ഒരു അവസരത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചത്.